ചേട്ടാ, കഴിഞ്ഞ ദിവസം പ്രതിഭ MLA-ക്കെതിരെ ഒരു പ്രധാന നേതാവിന്റെ ആരോപണം നമ്മൾ കേട്ടതാണ്. അപ്പോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന രീതി ശരിയല്ല എന്നൊരു നിലപാടായിരുന്നു രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ എല്ലാവരും എടുത്തത്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു വാർത്ത അനുസരിച്ച് UDF വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ CPM-ന്റെ വർഗീയ പ്രചാരണം, ആ ഒരു വർഗീയ പ്രചാരണം മതേതര കേരളത്തിന് അപമാനമാണെന്നൊരു അഭിപ്രായമാണ് KC വേണുഗോപാൽ നടത്തുന്നത്. അപ്പോ ഇത് എന്തായിരുന്നു ആ ഒരു പ്രതികരണം എന്ന് വെച്ചാൽ, തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDF-ന്റെ വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ കടുത്ത വർഗീയത പ്രചരിപ്പിക്കുന്ന CPM-ന്റെ മതേതര കേരളത്തിന്റെ അപമാനമാണെന്നാണ് AICC ജനറൽ സെക്രട്ടറിയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇത് എവിടത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരാമ്പ്ര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹലയ്ക്കെതിരെയാണ് വർഗീയ പരാമർശം നടത്തുന്നത്. ഈ വർഗീയതയെ പറ്റി വർഗീയത തുലയട്ടെ എന്ന് 100 നാവിൽ വിളമ്പുന്ന ഇതേ പാർട്ടി തന്നെയാണ് ഇപ്പോൾ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിക്കെതിരെ വർഗീയപരമായിട്ടുള്ള ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. അതെന്തായാലും ഒരു വ്യക്തിഹത്യ അല്ലെങ്കിൽ പ്രതിഭയ്ക്ക് നേരിട്ട അതേപോലെ തന്നെ, അത് രണ്ടും ഒരേപോലെയാണെന്നല്ല, എന്നാലും അവിടെയും നമ്മുടെ വ്യക്തിപരമായിട്ടൊരു ആക്രമണമാണ് നടന്നത്, ഇവിടെയും അത് തന്നെയാണ് നടക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് പേരാമ്പ്രയിൽ അവർക്ക് വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. TP രാമകൃഷ്ണനെ പോലെ CPM-ല് കോഴിക്കോടുള്ള ഒരു സൗമ്യ മുഖമാണ് അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇവർ ഇത്തരത്തിൽ ഈ MM മണിയെ പോലെ വാവോയ കോളാലികൾ നിരവധിയുള്ള ഈ പാർട്ടിയിൽ? സത്യത്തിൽ കഴിഞ്ഞ ദിവസം കായംകുളത്ത് ഈ പ്രതിഭ ഹരി എന്ന് പറയുന്ന അവരുടെ നേതാവ് പ്രതിഭ അവര് ഈ പറയുന്ന അവരുടെ ഈ പരാമർശം വരുമ്പോൾ പറഞ്ഞു കേട്ടത്, ജയിക്കാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ട് ഇത്തരത്തിൽ കരഞ്ഞ് കൂവി ഇങ്ങനെ കാണിക്കുന്നതാണ്. ലിജു ആണ് അവിടെ സ്ഥാനാർത്ഥി. അപ്പോൾ അത് ആ പരാമർശത്തിന്റെ പേരിൽ അവർക്ക് എത്ര വേദനയുണ്ടായി. അന്ന് ഇവിടെ ഏതെല്ലാം നേതാക്കൾ, മുഖ്യമന്ത്രി വരെ അതിന് എന്തെല്ലാം പറഞ്ഞു. അപ്പോൾ അവരുടെ നേതാക്കളെ പറയുമ്പോഴാണ് അവർക്ക് കൊള്ളുന്നത്. തിരിച്ച് മറ്റുള്ളവരെ പറയുമ്പോൾ ഇവർക്ക് യാതൊരു വിഷമമുള്ളൂ. പേരാമ്പ്ര മണ്ഡലത്തിൽ ഇപ്പൊ എന്താ ഫാത്തിമ സഖ്ലിക്കെതിരെ ഫാത്തിമ സഖ്ലിക്കെതിരെ CPM ക്യാമ്പിലാണ് ഈ വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇതിനു മുൻപാണെങ്കിലും ഈ മലബാറില് കോൺഗ്രസിന്റെ പ്രതിനിധികൾ നിൽക്കുകയാണെങ്കിൽ അത് ഈ മതപരമായി എടുത്തൊരു വർഗീയപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് ചിലപ്പോൾ ഷാഫി പറമ്പലിന്റെ പേരിലായിരിക്കും. അത് ഈ ജനപ്രീതി അനുസരിച്ചാണ് ഷാഫിയുടെ പേര് പറഞ്ഞത്. അങ്ങനെ ഒരു ജനപ്രീതി കിട്ടുന്നത് ഇത്തരത്തിലുള്ള വർഗീയത അതിന്റെ അകത്ത് കുത്തിക്കയറ്റിയിട്ട് പറയുന്ന ചില നിലപാടുകളുണ്ട്. അത് നമ്മൾ കേട്ട് പരിചിതമാണ്. അതേ നിലപാടുകളാണ് ഇപ്പൊ പേരാമ്പ്രയിലെ ഫാത്തിമയ്ക്കെതിരെയും അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒളിയമ്പുകൾ വർഗീയപരമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വർഗീയത കൊണ്ട് ഈ തോൽവിയെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ ആ ക്യാമ്പുകളിൽ. അതിനകത്ത് ഇപ്പൊ നമുക്ക് പറയാനാണെങ്കിൽ വടകരയില് അവരുടെ സ്വന്തം സ്ഥാനാർത്ഥി ശൈലജ മത്സരിച്ചപ്പോൾ എതിർഭാഗത്തുണ്ടായിരുന്നത് ഷാഫി ആയിരുന്നു. ഷാഫിയുടെ ഗ്രൂപ്പ് നടത്തിയ ഒരു ആക്രമണം പോലെയല്ലേ ഈ കാഫിർ പ്രയോഗം ശൈലജയ്ക്കെതിരെ അവരുടെ ഒരു അധ്യാപക സംഘടന, അതായത് LDF-ന്റെ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു മുസ്ലിം അധ്യാപക സംഘടനയിൽപ്പെട്ട ഒരാളല്ലേ ഈ കാഫിർ പ്രയോഗം നടത്തിയത്. അത് ആർക്കെതിരെയാണ് ബൗൺസ് ചെയ്ത് വന്നത്? ശൈലജ ടീച്ചർക്കെതിരെയല്ലേ? ശൈലജ ടീച്ചർ എന്തുമാത്രം അവരുടെ സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിനെയല്ലേ, ഒരു CC അംഗത്തെ അല്ലേ അവർ ഈ പറയുന്ന വ്യക്തി അധിക്ഷേപം നടത്തിയത്? അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർ ഈ കാണിക്കുന്നതൊക്കെ നാടകമാണ്. ഈ പ്രതിഭയ്ക്ക് വേണ്ടി അവർ കാണിച്ചതൊക്കെ നാടകമാണ്. ശരിക്കും ഈ പ്രതിഭ MLA പ്രതിഭയ്ക്ക് ഏറ്റതുപോലെ തന്നെ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് എതിരായിട്ടുള്ള നിലപാടുകളാണ്. ഒരാളുടെ വ്യക്തി അധിക്ഷേപം ചെയ്യുക അല്ലെങ്കിൽ വ്യക്തിഹത്യ ഏത് രീതിയിലാണെങ്കിലും, അവരുടെ ജീവിതം എടുത്തു വെച്ചാണെങ്കിലും, ഇനി അവരുടെ മതം എടുത്തു വെച്ചാണെങ്കിലും, ജാതി എടുത്തു വെച്ചാണെങ്കിലും, ജാതി അധിക്ഷേപവും മതാധിക്ഷേപവും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പെരുമാറ്റച്ചട്ടത്തിന് അതീതം അല്ലെങ്കിൽ അതിന്റെ അകത്ത് വരുന്നതാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏത് തരത്തിലും ഈ പ്രതിച്ഛായ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ എടുത്തതുകൊണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതിന് കൃത്യമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കുകയാണ് ശരിക്കും വേണ്ടത്. ഇതൊക്കെ ഇല്ലാതാകണം. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യമായി തന്നെ ഇവിടെ നടക്കണം. ഇരു മുന്നണികൾക്കും അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥികൾക്കാണെങ്കിലും അവിടെ നിൽക്കാൻ സാധിക്കണം. അല്ലാതെ ഇത്തരത്തിലുള്ള വിദ്വേഷം ജനങ്ങളുടെ മനസ്സിൽ കുത്തിക്കയറ്റിക്കൊണ്ട് അവരെ തോൽപ്പിക്കുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്, ഞാൻ വർഗീയവാദിയല്ല അതുകൊണ്ട് ഞാൻ അവിടെ വോട്ട് ചെയ്യില്ല, ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് അവിടെ. അതിനെതിരെയാണ് ഈ AICC വർക്കിംഗ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ ഇപ്പൊ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ CPM-നെ മാത്രം പറയുന്ന ഒരു രീതിയല്ല. ഇതിപ്പോ CPM ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, കേരള കോൺഗ്രസ് ആണെങ്കിലും ശരി, ഏത് മണ്ഡലത്തിൽ ഏത് സ്റ്റാർ ആയിക്കോട്ടെ, അല്ലാത്ത സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, ആർക്കെതിരെയും ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ ഇത്.
വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വർഗീയത, അതായത് വർഗീയ സംഘടനകൾ പോലും നാണിപ്പിക്കത്തക്ക രീതിയിലാണ് കാഫിർ പ്രയോഗം അന്ന് ശൈലജ ടീച്ചറിനെതിരെ അവർ നടത്തിയത്. അപ്പോൾ അവർ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. അത് അവരുടെ സ്വന്തം പാർട്ടിയിലെ ഒരു അംഗത്തെ ഇത് പിന്നകത്തുള്ള വിഷയം എന്നറിയോ, ഈ പേരാമ്പ്ര എന്ന് പറയുന്നത് ഇവർ ടി.പി. രാമകൃഷ്ണനെ തന്നെ നിർത്തിയത് ഈ മണ്ഡലം കിട്ടും അല്ലെങ്കിൽ കിട്ടണം, വേറെ ആരെ നിർത്തിയാലും കിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഷാഫി പറമ്പിൽ വടക്കൻ മലബാർ മേഖലയിൽ ഷാഫിയുണ്ട്. അപ്പോൾ കോഴിക്കോട് കൊയിലാണ്ടി അല്ലെങ്കിൽ നാദാപുരം ഇങ്ങനെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ടി.പി. രാമകൃഷ്ണൻ ഇപ്പോൾ പേരാമ്പ്രയിലാണ്. അപ്പോൾ കൊയിലാണ്ടിയിലാണെങ്കിൽ പ്രവീൺ കുമാറാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ ഷാഫിയുടെ നേതൃത്വത്തിൽ, കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഒരു വൻ പ്രചരണം നടക്കുന്നത് ഇവർക്ക് വല്ലാണ്ട് വെറി പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തും പറയുക. അപ്പോൾ ആൾക്കാർക്ക് പറയാം. ഇപ്പം പ്രതിഭ എന്ന് പറയുന്ന അവർക്ക് വേണ്ടപ്പെട്ട ഒരു നേതാവായതുകൊണ്ടാണ്. ശൈലജ ടീച്ചർ ഇപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ തന്നെ ചെയ്ത സർവ്വകള്ളത്തരവും പൊളിഞ്ഞു കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വല്ലാത്ത ഭീതിയാണ്. തോൽവി മുന്നിൽ കണ്ട് ഈ പറയുന്ന ടി.പി. രാമകൃഷ്ണൻ കൂടെ തോറ്റെന്ന് ആലോചിച്ച് നോക്കിയാൽ LDF-ന്റെ കൺവീനറാണ്. അദ്ദേഹത്തിനെ പോലൊരാള് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇവരുടെ അപ്രമാദിത്വം കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ളതാണ്. അതുകൊണ്ടാണോ ടി.പി. രാമകൃഷ്ണനെ ജയിക്കാൻ വേണ്ടിയിട്ടാണോ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വർഗീയ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നത്? നമ്മളപ്പോ ഈ കോളേജ് മതിലുകളിലും കോളേജിന്റെ ചുവരെഴുത്തുകളിലും മാത്രം ഈ വർഗീയത തുലയട്ടെ എന്നും അതേപോലെ ഇവരുടെ തന്നെ കുടികളിലും മുദ്രാവാക്യങ്ങളിലും മാത്രം ഇത്തരം ആദർശങ്ങൾ ഈ വിളമ്പിക്കൊണ്ട് നടക്കുന്ന ഒരു രീതി മാത്രമാണോ ഉണ്ടാവുന്നത്? അത് പ്രവർത്തിക്കാനും അത് ജനാധിപത്യപരമായി പെരുമാറാനും ഒരു തെരഞ്ഞെടുപ്പിനെ എത്ര സൗഹൃദപരമായിട്ട് കൊണ്ടുപോകണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ചില തെരഞ്ഞെടുപ്പ് ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോ ഒരു സൈഡിൽ കൂടെ UDF-ന്റെ കൊടികൾ ഏന്തി പ്രവർത്തകർ പോകുമ്പോൾ മറ്റൊരു വശത്ത് CPM-ന്റെ കൊടികൾ ഏന്തിക്കൊണ്ട് അതേ പ്രവർത്തകർ പോകുന്നു. അതിലൊരാള് അയാളുടെ സുഹൃത്തുക്കൾ ഇപ്പുറത്തും ഉണ്ട്. ഇങ്ങനെ കൈ കൊടുത്ത് അല്ലെങ്കിൽ പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് പുള്ളി അതേ പാതയിലൂടെ പോകുന്ന ദൃശ്യമൊക്കെ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ്. കാരണം തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുന്ന ചില ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ചിലയിടത്ത് നോക്കുമ്പോൾ ഇത്തരത്തിൽ കരിയോയില് KK രമയുടെ പോസ്റ്ററിന്റെ മുകളിൽ കരിയോയില് പുരട്ടുന്നു. അതേപോലെ പലയിടത്ത് പോസ്റ്ററുകൾ വലിച്ചു ഇദ്ദേഹത്തിന്റെ പിന്നെ പയ്യന്നൂര് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കെട്ടിടം പറഞ്ഞാൽ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ എത്രയോ ഹോർഡിങ്സ് നശിപ്പിച്ചെന്ന് പറയുന്നുണ്ട് ഇന്ന്. ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ BJP തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ചങ്ങാത്തമാണോ ഇവരിതെല്ലാം പറയാൻ കാരണം? അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല ചേട്ടാ. ഇത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് വിധേനയും ഞങ്ങൾക്ക് ജയിക്കണം ആ ഒരു ജയം എന്ന ലക്ഷ്യം കൊണ്ടാണോ ഈ പണം കൂടുമ്പോൾ മനുഷ്യന് കണ്ണ് കാണില്ല, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കൂടുമ്പോൾ എല്ലാം കണ്ണിൽ മുഴുവൻ മഞ്ഞപ്പിത്തമായിരിക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ തന്നെ ജയം എന്ന് പറയുന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഏത് വഴിയും സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ലജ്ജ തോന്നണ്ടേ? അല്ലെങ്കിൽ പിന്നീട് നിങ്ങളുടെ മുദ്രാവാക്യങ്ങളൊക്കെ മാറ്റെടുക്കേണ്ടി വരും. ആവശ്യാനുസരണം ഞങ്ങൾ വർഗീയത പറയുകയും ചെയ്യും. അല്ല, ഇവർക്ക് ആശയദാരിദ്ര്യമുണ്ട്, രാഷ്ട്രീയ പാപ്പരത്വമുണ്ട്, അതൊക്കെയാണ് ഈ കാണിക്കുന്നതെന്നാണ് നമുക്ക് ഇതിൽ തോന്നുന്നത്. അല്ല, ആശയദാരിദ്ര്യം ഉണ്ടെങ്കിൽ വീണ്ടും പാർട്ടി ക്ലാസുകൾ വെക്കുക. ഇത് ഗോവിന്ദൻ മാസ്റ്റർ പിഴവാണ്. ഇതിപ്പോ മലബാറിൽ നടന്ന ഒരു വിഷയമല്ലേ? മലബാർ ആരാണ് അവിടെ പാർട്ടി ക്ലാസുകൾ നടത്തുന്നത്? ഗോവിന്ദൻ മാസ്റ്ററുടെ ക്ലാസുകളിൽ കൃത്യമായി കയറാത്ത സ്റ്റുഡൻസ് ആണ്, വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നത്. അല്ലാത്തവർ കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ രീതിയിൽ കാണുകയും തന്റേതായ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് നമ്മളുടെ വികസന പദ്ധതികൾ ഞാൻ എന്ത് ജനങ്ങൾക്ക് നൽകും, അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് പോകും. അല്ലാത്തവർ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി ഇങ്ങനെയാണ്, സ്ഥാനാർത്ഥി ആ മതത്തിൽപ്പെട്ടതാണ്, അവർ ഈ വർഗീയതയിൽ ഉൾപ്പെടുന്നതാണ്, അതുകൊണ്ട് വർഗീയവാദികൾക്ക് നമ്മൾ വോട്ട് കൊടുക്കരുത്, ഇതൊക്കെയാണ് അവിടുത്തെ മുദ്രാവാക്യം. വർഗീയവാദികൾക്ക് നമ്മൾ വോട്ട് കൊടുക്കരുത്. ശരിക്കും നമ്മൾ ഈ പറയുന്ന ജാതി അല്ലെങ്കിൽ മതം ഇത് പറയുന്ന ആൾക്കാരല്ലേ ഇത് കൂടുതലായിട്ടും ഈ സൊസൈറ്റിയിലേക്ക്. അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവരുടെ കപട ഈ മതേതരത്വം എന്ന് പറയുന്നത്, ജനാധിപത്യ വിരുദ്ധ മുഖം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അല്ല, ഇതിപ്പോ ആകെ മൊത്തത്തിൽ നമ്മൾ ഇത് നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്ക് CPM-ന് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ആശയദാരിദ്ര്യം തന്നെയാണിത്. പിന്നെ മത തീവ്രവാദമുള്ള സംഘടനകളുമായുള്ള ചങ്ങാത്തം,
നമ്മൾ കണ്ടില്ലേ, ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ മലപ്പുറം പരാമർശം എന്ന് പറയുന്നത്? ഒരു മുഖ്യമന്ത്രി ഒരു ദേശത്തെ, അദ്ദേഹം ഈ കാണുന്ന കേരളത്തിലെ 3 കോടിയിലധികം ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് സംസാരിക്കാനുള്ളത്. അദ്ദേഹം സംസാരിച്ച മലപ്പുറത്തെ അദ്ദേഹം ഒരു ദേശത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഈ അവരെ സംബന്ധിച്ച് അവർക്ക് ആശയദാരിദ്ര്യമുണ്ട്, അവർക്ക് രാഷ്ട്രീയ പാപ്പരത്വമുണ്ട്. ഈ ഈ ഈ പറയുന്ന രീതിയിൽ വർഗീയത ആളിക്കത്തിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഈ നടപടി എന്ന് പറയുന്നത് ചുടുചോറ് വാരുന്നതിന് തുല്യം തന്നെയാണ്. ചുടുചോറ് വാരുന്നതിന് തുല്യം തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ ഒന്ന് മാത്രമേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ, ഇതൊക്കെ വളരെ മോശമാണ്. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു സൈദ്ധാന്തിക മുഖമുണ്ട്, അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു മതേതരത്വ സ്വഭാവം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം പോയി ഒരു തീവ്ര ഹിന്ദുത്വ പാർട്ടി എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെയാണ് മതേതരത്വം ഇല്ലാതെ കപട മതേതരത്വം ഇവർ കാട്ടുന്നത്.